നമസ്കാരം. അപേക്ഷകരിൽ നിന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതായത് RC പ്രിന്റ് ചെയ്ത് നൽകുന്നതിനായി 28 കോടി വാങ്ങിയ ശേഷം ഇതിന്റെ പ്രിന്റിംഗ് മോട്ടോർ വാഹന വകുപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഡിജിറ്റലാക്കാനുള്ള തീരുമാനത്തിന്റെ മറവിലാണ് നിലവിലുള്ള അപേക്ഷകർക്ക് പ്രിന്റ് നൽകാതെ പ്രിന്റിംഗ് അവസാനിപ്പിച്ചത്. വാങ്ങിയ പണം തിരികെ കൊടുക്കുന്ന കാര്യത്തിൽ പക്ഷേ ഇതുവരെ ഒരു മിണ്ടാട്ടവുമില്ല. വെള്ളിയാഴ്ച മുതലുള്ള അപേക്ഷകളിലാണ് ഡിജിറ്റൽ RC സംവിധാനം വരുന്നത്. 2024 ഓഗസ്റ്റ് വരെയുള്ള RC മാത്രമാണ് പ്രിന്റ് ചെയ്ത് നൽകിയിട്ടുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രിന്റിംഗ് ഇക്കഴിഞ്ഞ നവംബറിൽ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ നവംബർ വരെയുള്ള 1 ലക്ഷം അപേക്ഷകർക്ക് ലൈസൻസിന്റെ പ്രിന്റ് നൽകാനുമുണ്ട്. നിലവിൽ 1 കോടിയിലധികം RC ആണ് പ്രിന്റ് ചെയ്ത് നൽകാനുള്ളത്. വാഹനം ഈട് കാണിച്ച് വായ്പയെടുത്തതിനും വാഹനം വിൽക്കുന്നതിനും RC വേണം. വിൽക്കുന്നതിന് RCയുടെ പകർപ്പ് പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. വിദേശത്ത് പോകുന്നവർക്ക് അവിടെ ലൈസൻസ് വേഗം ലഭിക്കുന്നതിന് ഹോളോഗ്രാം മുദ്രയുള്ള ലൈസൻസും ഹാജരാക്കണം. ഇനി മുതൽ അതും നടക്കില്ല. RT ഓഫീസിൽ നിന്ന് 7 ദിവസത്തിനകം ഇവയുടെ പ്രിന്റ് എടുത്ത് അയച്ചിരുന്ന സംവിധാനം അവസാനിപ്പിച്ചാണ് സെൻട്രലൈസ്ഡ് പ്രിന്റിംഗ് ആരംഭിച്ചത്. ഇനിയുള്ള അപേക്ഷകൾ ഡിജി ലോക്കറിൽ നിന്ന് ലൈസൻസും RCയും ഡൗൺലോഡ് ചെയ്യാനാണ് നിർദ്ദേശം. സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരും ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവരും എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല. RCയുടെയും ലൈസൻസിന്റെയും പ്രിന്റ് വേണ്ടവർ അക്ഷയയിൽ നിന്ന് പ്രിന്റ് എടുക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. ഓരോ അക്ഷയ കേന്ദ്രത്തിലും ഓരോ തരത്തിലുള്ള പ്രിന്റർ ആയിരിക്കും. പ്രിന്റിംഗ് മെറ്റീരിയലും വ്യത്യസ്തമായിരിക്കും. അതിനാൽ ഇനി മുതൽ ലൈസൻസിന്റെ പ്രിന്റുകൾക്ക് ഏകീകൃത സ്വഭാവം ഉണ്ടാവുകയില്ല. അതേസമയം അച്ചടി നിർത്തിവെച്ച കരാർ കമ്പനിയുടെ നടപടിയാണ് ലൈസൻസ് RC വിതരണം പ്രതിസന്ധിയിലാക്കിയതെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ വാദം. എന്നാൽ സർക്കാർ കൃത്യമായി പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വ്യക്തമാക്കുന്ന രേഖകളും അന്ന് പുറത്തു വന്നിരുന്നു. ബാംഗ്ലൂരു ആസ്ഥാനമായി സ്വകാര്യ കമ്പനിക്ക് ലൈസൻസ് RC പ്രിന്റിംഗിനായി 5 വർഷത്തേക്കായിരുന്നു കരാർ നൽകിയിരുന്നത്. 60 രൂപയും GSTയുമാണ് ഒരെണ്ണം പ്രിന്റ് ചെയ്യുന്നതിന് നൽകുക. എന്നാൽ 14.17 കോടി രൂപയാണ് കുടിശ്ശികയായി നൽകാനുണ്ടായിരുന്നത്. ഇതാണ് കമ്പനി പ്രിന്റിംഗ് നിർത്തിവെക്കാനും കാരണമായി പറഞ്ഞിരുന്നത്. 1,02,978 വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളാണ് ഇതുവരെ വിതരണം ചെയ്യാനുള്ളതെന്നായിരുന്നു വിവരാവകാശ കമ്മീഷൻ നിയമപ്രകാരം ലഭിച്ച രേഖകൾ വ്യക്തമാക്കിയിരുന്നത്. 40,388 ലൈസൻസുകൾക്ക് വേണ്ടിയും അപേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു. നിലവിൽ ഡിജിറ്റൽ ആയിട്ടാണ് ലൈസൻസ് നൽകുന്നത്. നേരത്തെ ലൈസൻസ് പ്രിന്റ് ചെയ്ത് തപാലിൽ അയച്ചിരുന്നു. ഇത് ഒഴിവാക്കിയാണ് ലൈസൻസ് ഡിജിറ്റൽ ആക്കിയത്. ലൈസൻസ് ഡിജിറ്റൽ ആക്കിയെങ്കിലും RC ബുക്ക് പ്രിന്റ് ചെയ്ത് നൽകിയിരുന്നു. ഇതിനായിരുന്നു ഇപ്പോൾ മാറ്റം വന്നത്. നേരത്തെ RC ബുക്ക് ലഭിക്കാൻ കാലതാമസം നേരിട്ടിരുന്നു. ഡിജിറ്റൽ ആക്കുന്നതോടെ വേഗത്തിൽ RC ബുക്ക് ലഭിക്കും. വാഹനങ്ങൾ കൈമാറ്റം ചെയ്ത ശേഷം RC ബുക്കുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ മാറ്റാത്ത സാഹചര്യമുണ്ടെന്നും ഇത് ഒഴിവാക്കാനായി വാഹന ഉടമകൾ ഈ മാസം തന്നെ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു.